പ്രപഞ്ചോൽപത്തി ഭാഗം 5. സൗരയൂഥത്തിൽ ഭൂമിയുടെ പ്രവർത്തനത്തിന്റെ പ്രാതിനിധ്യമായ മാതൃശരീര യോഗ്യത എത്ര തന്നെ ശക്തമായിരുന്നാലും ഭ്രൂണവളർച്ച എന്ന രൂപപ്രാപ്തിക്ക് കാരണമായി തീരുന്നത് സൂക്ഷ്മശക്തിയായി നിലകൊള്ളുന്ന ഒരു ജീവശേഷി ആയിരിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മതരമായ ജീവശേഷി വിട്ടുനിന്നാൽ ഭ്രൂണത്തിന് വളരാനാവാതെ നശിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ദൃശ്യരൂപമായ സകലതും പ്രവർത്തനക്ഷമമായ സകല സംഗതികളും കാരണം എന്ന ജീവശേഷിയുടെ പ്രവർത്തനത്താൽ ഉടലെടുത്തതും ജീവൻ എന്ന ഊർജ വൈവിധ്യ സംഗമ വൈഭവത്തിന്റെ വികസനത്തിനായി ജീവന്റെ തന്നെ പദ്ധതിയായി രൂപപ്പെട്ടതുമാകുന്നു. പ്രപഞ്ചം ജനിച്ചതും ഇപ്രകാരം അന്ധകാരത്തിൽ നിക്ഷിപ്തമായിരുന്ന എന്തിനേയും ഉൾക്കൊള്ളാൻ പ്രാപ്തമായിരുന്ന അതിശക്തമായ അവസ്ഥയിലുള്ള ജീവൻ എന്ന കാരണോർജത്തിലൂടെയാണ്. ഇപ്രകാരം എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ജീവശക്തിയും മനനവും ഇന്ന് കാണുന്ന പ്രപഞ്ചം എന്ന രൂപനിർമ്മിതിക്ക് മുമ്പും അന്ധകാരത്തിന് മുമ്പും വിഭാവനാതീതമാം വിധം തനതായൊരു നിലവാരത്തിൽ ഉണ്ടായിരുന്നതുമാണ്. അറിവുകൊണ്ടും പ്രവർത്തനം കൊണ്ടും മനോവ്യാപാരങ്ങളുടെ സമയബന്ധിതമല്ലാത്ത അതിവേഗം കൊണ്ടും പ്രതിബന്ധങ്ങളെ കടന്നുപോകാനുള്ള വൈഭവം കൊണ്ടുമെല്ലാം സൗരയൂഥ ശേഷിയെ അതിജീവിക്കുന്ന ഓരോ മനുഷ്യമനസ്സിനും ജീവനും സൗരയൂഥത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തു കടക്കുന്നതിനും ആ പ്രവർത്തനത്തിലൂടെ ജീവന് സ്വതന്ത്രമാവുന്നതിനും സാധിക്കുന്നതായി വരികയും ചെയ്യുന്നു. സൗരയൂഥത്തിന് കാരണമായി തീർന്ന സങ്കല്പതരമായ ജീവശേഷിയെ അതിജീവിച്ച് സ്വതന്ത്രമായ നിലനിൽപ്പായി തീരുന്നതിന് സൗരയൂഥം ഉൾക്കൊണ്ടു നിൽക്കുന്ന സകല കാരണോർജ ശേഷിയും സംഭരിച്ച് അത്രയുമായ പൂർണ്ണതയായല്ലാതെ ഒരു ജീവന് സാധ്യമാവുകയുമില്ല. ജീവൻ സൗരയൂഥ ശേഷിയെ അതിജീവിക്കുക എന്ന പ്രക്രിയ ജീവശരീരങ്ങളിൽ പുതുജീവനായി ഭ്രൂണം ജനിച്ച് വികസിച്ച് ശരീരതുല്യമായ പ്രവർത്തനക്ഷമത പ്രാപിക്കുമ്പോൾ സ്വയം പൂർണ്ണതയായി പുതിയൊരു ജീവിയായി ശരീരം വിട്ടുപോകുന്നതിന് തുല്യമായ പ്രാപഞ്ചികമായ അനുഭവമാകുന്നു. മാതൃശരീരം വിട്ട് പുറത്തു വന്ന് സ്വതന്ത്രമാവുന്ന പുതുജീവന് വീണ്ടും മാതൃശരീരത്തിന്റെ ഭാഗമായി നിലകൊള്ളാൻ ആവാത്തതുപോലെ സൗരയൂഥ ശേഷിയോളം പൂർത്തിയാക്കി സ്വതന്ത്രമായി തീരുന്ന ജീവന് സൗരയൂഥത്തിന്റെ സൂക്ഷ്മശേഷിയുടെ ഭാഗമായി നിലകൊള്ളുന്നതിന് സ്വാഭാവികമായും സാധ്യമാവുകയുമില്ല. സൗരയൂഥ കാരണമായ സൂക്ഷ്മശേഷിയെ അതിജീവിക്കുന്ന ജീവൻ ഭൂമിയിലെ ജീവിതശേഷം സൗരയൂഥം വിട്ട് പുറത്തു കടക്കുന്നതിലൂടെ കാലമെത്തുമ്പോൾ പ്രപഞ്ചത്തിലെ അനുയോജ്യമായ ശൂന്യതയിൽ മറ്റൊരു സൗരയൂഥത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണോർജമായി വരികയും ചെയ്യുന്നു. സൂര്യനെ പോലെയെങ്കിലും സൂക്ഷ്മശേഷിയാർജിച്ച് ഒരു സ്വയം പ്രവർത്തന സംവിധാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയായി സൂക്ഷ്മത്തിൽ നിലകൊള്ളുന്ന ജീവൻ അതിനെ ഉൾക്കൊണ്ടു നിൽക്കുന്ന നക്ഷത്രമണ്ഡല കേന്ദ്രത്തിന് വിധേയമായി അനുയോജ്യമായ ഇടത്ത് സ്ഥാനം പിടിക്കുകയും സാവധാനം ഈ സൂക്ഷ്മശക്തി സുലഭമായ അന്ധകാരത്തെയും മറ്റ് ലഭ്യതകളെയും ഉപയോഗപ്പെടുത്തി രൂപം പ്രാപിച്ച് നക്ഷത്രതരമായ പൂർണ്ണതയിൽ എത്തുകയും ചെയ്യുന്നു. ജീവൻ സൗരയൂഥ ശേഷിയെ കടന്നുപോയി അന്ധകാരത്തെയും മറ്റ് ലഭ്യതകളെയും ഉപയോഗപ്പെടുത്തി നക്ഷത്രതരമായ പൂർണ്ണതയിൽ എത്തിയുള്ള പ്രവർത്തനം എന്നത് അന്ധകാരത്തിൽ നിന്ന് പ്രപഞ്ചം ഉത്ഭവിച്ച് ഇന്നത്തെ നിലയിൽ പ്രവർത്തനക്ഷമമായതിൻ്റെ ലഘുഭാവം ആകുന്നുവെന്ന് പറയാം. കാരണോർജ ശേഷിക്കൊത്തവണ്ണം നക്ഷത്രതരമായ പ്രവർത്തനമുള്ള സ്വയം പൂർണ്ണത ആയിത്തീരുകയും രൂപം പ്രകാശമാനമാവുകയും ചെയ്യുന്നു. ഭൂമിയിലെ സാഹചര്യങ്ങളിൽ പരമാണുവിൽ പ്രവർത്തനം തുടങ്ങുന്നു എന്ന് സങ്കല്പിക്കാവുന്ന ഒരു ജീവൻ നക്ഷത്രകാരണ ശേഷിയിലേക്ക് എത്തുന്നതിനായി മനുഷ്യന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറെ കാലം എടുക്കുന്നു എന്ന് പറയാം. പ്രാപഞ്ചികമായ സൂക്ഷ്മ വിശേഷങ്ങളെ ഉൾക്കൊണ്ട് ജീവന് സ്വയം വികസിച്ച് നക്ഷത്രകാരണത്തോളമോ അതിനപ്പുറമോ വളരാനുള്ള സാധ്യത മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഊർജ വിനിയോഗം നടത്തുകയും
തൽഫലമായി ശരീരത്തിലെ സെല്ലുകളുടെ വികാസത്തിലൂടെ ശരീരവും പിന്നെ മനസ്സും ബുദ്ധിയും വികസിതമാവുകയും ചെയ്യുന്ന തെളിവിൽ നിന്ന് ബോധ്യപ്പെടാവുന്നതാണ്. കാരണതരമായി ബോധ്യപ്പെടുമ്പോൾ ഊർജ വിനിമയത്തിലൂടെ ജീവിയായി ഭൂമിയിൽ കഴിയുക എന്നത് ജീവന്റെ പൂർണ്ണതയിൽ എത്താത്ത അപക്വാവസ്ഥയും ശേഷി കുറഞ്ഞ ഗതിയുമായാണ് ബോധ്യപ്പെടാനാവുക. ജീവന് പ്രകൃതി കാരണത്തോളം അല്ലെങ്കിൽ പ്രപഞ്ച കാരണത്തോളം ശേഷി ആർജിക്കേണ്ടുന്ന പദ്ധതിയായി മറ്റെന്തിനെയെങ്കിലും ഭക്ഷണരൂപത്തിൽ ആഹരിച്ചും അനുഭവങ്ങളെ ഉൾക്കൊണ്ടും പ്രകൃതിയെ സൂക്ഷ്മമായി ആവാഹിച്ച് ഉണ്ടാവുന്ന സെല്ലുകളുടെ പുനർനിർമ്മാണം എന്ന പ്രക്രിയയിലൂടെ ജീവൻ പ്രകൃതിയായി വികസിതമായി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിധം ആഹരിച്ചും അനുഭവിച്ചും ജീവൻ ഉൾക്കൊള്ളുന്നതാകട്ടെ അന്ധകാരവും പ്രകാശവും ആകർഷണശേഷിയും മറ്റുമായ ഊർജത്തിന്റെ ഭാവവൈവിധ്യങ്ങളെ മാത്രവുമാണ്. അന്ധകാരത്തിൻ്റെയും ആകർഷണശക്തിയുടെയും പ്രകാശത്തിൻ്റെയുമെല്ലാം കാരണ സൂക്ഷ്മഗുണങ്ങൾ അപ്പാടെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് പൂർണ്ണത പ്രാപിച്ച ഒരു ജീവന് എല്ലാമായിരിക്കുന്ന അവസ്ഥയും എന്തിനും കാരണമായിരിക്കുന്നതിന് പ്രാപ്തിയും ഉള്ള അവസ്ഥയായി തീരുന്നതിന് കഴിയുകയും ചെയ്യുന്നു. പ്രാപഞ്ചികമായ ഊർജ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് ജീവൻ മനുഷ്യനിൽ എത്തിയ ശേഷം കാരണതരമായ അവസ്ഥാന്തരം പ്രാപിച്ച് ശേഷിക്ക് ഒത്തവണ്ണം നക്ഷത്രമായോ സൗരയൂഥ കേന്ദ്രമായോ ഒക്കെ രൂപം കൊള്ളുന്നതിനായി പ്രാപഞ്ചികമായ നിശ്ചയത്തിലൂടെ പ്രവർത്തിക്കുകയും ആ ജീവന്റെ പരിധിയിൽ വരുന്ന ഗോളപ്രവർത്തനങ്ങളാവുന്ന ശേഷി കുറഞ്ഞ ജീവവിശേഷങ്ങളെ ആകെ നിയന്ത്രിക്കുന്ന ഊർജ കേന്ദ്രമായും ചാലകശക്തിയായും നിലകൊള്ളുകയും ചെയ്യുന്നു. ഊർജ കേന്ദ്രവും ചാലക ശക്തിയും എന്ന അവസ്ഥകളെ കൂടാതെ ജീവനുകളെയും മനസ്സുകളെയും വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ശക്തമായ ജീവന് ഇതര ഗോളങ്ങളിലും നക്ഷത്ര സമൂഹങ്ങളിലും ആർജിത ശേഷിക്കനുസരിച്ച് ആധിപത്യം സ്ഥാപിച്ച് സൂക്ഷ്മശക്തിയായി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതിന് സാധ്യമായി വരികയും ചെയ്യുന്നു. മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്ന അറിവിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ ദൃശ്യമായ പ്രപഞ്ചം തന്നിൽ നിന്ന് അന്യമായ ഏതോ സംഭവവും നിലനിൽപ്പുമായി കരുതുവാൻ മാത്രം കഴിയുന്ന വിധം നിലകൊള്ളുകയും ചെയ്യുന്നു. ശൂന്യതയിൽ എവിടെയെങ്കിലും ഒരു നക്ഷത്രം നിലകൊള്ളുന്നതും ആ നക്ഷത്രത്തിന് തനതായ ഭ്രമണപഥം നക്ഷത്രമണ്ഡലത്തിനുള്ളിൽ ലഭ്യമാവുന്നതിന് ഇടവരുന്നതും നക്ഷത്രമണ്ഡലത്തിന് കാരണമായിരിക്കുന്ന ജീവന് സ്വന്തമായ ഭ്രമണതര ശേഷിയുടെ യോഗ്യതയിലൂടെ സംഭവിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം സംഭവിക്കുന്നതിലൂടെ മനസ്സിലാക്കാനാവുക ഭ്രമണം എന്നത് പ്രവർത്തനങ്ങളുടെയെല്ലാം പൂർണ്ണതയെ ഉൾക്കൊള്ളുന്ന പ്രവർത്തനം എന്നതായാണ്. നക്ഷത്രമണ്ഡലത്തിനുള്ളിൽ നക്ഷത്രം എന്നതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ നിലനിൽപ്പിനും ഓരോ നിശ്ചിത ഇടം എന്നതും പ്രവർത്തന മണ്ഡലം എന്നതും അവ ഉൾക്കൊള്ളുന്ന ഗുണത്തിനും ശേഷിക്കും പ്രവർത്തന വിശേഷങ്ങൾക്കും അനുസരിച്ച് മാത്രം സംഭവിക്കുകയും ചെയ്യുന്നു. പ്രാപഞ്ചികമായ നിലനിൽപ്പുകളും അവയ്ക്ക് ലഭ്യമാവുന്ന ഇടവും എന്നത് ഒരു പ്രത്യേക ജീവരൂപത്തിൽ നിന്ന് മറ്റൊരു ജീവരൂപം ജനിക്കുന്നത് പോലെയും ഭൂമണ്ഡലത്തിൽ ഒരു പ്രത്യേക അവസ്ഥയായും സ്ഥാനത്തും മാത്രം പ്രവർത്തിച്ചു നിൽക്കുന്നതിന് സാധിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നതിനുള്ള മേഖലകൾ ഉണ്ടായിരിക്കുന്നത് പോലെയും നിലനിൽപ്പിന് കാലപരിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെയുമുള്ള പ്രതിഭാസമാണ്. അഥവാ പ്രാപഞ്ചികമായ നിലനിൽപ്പ് എന്ന പ്രതിഭാസത്തിന്റെ ജീവതരമായ തനി ആവർത്തനമാണ് ഭൂമിയിലെ ജീവികൾ എന്ന നാം ഓരോരുത്തർക്കിടയിലും സംഭവിക്കുന്നത്. കാരണമായിരിക്കുന്ന ജീവന്റെ ആർജിതമായ അവകാശ അധികാരങ്ങളും അവകാശ അധികാരങ്ങൾക്ക് തുല്യമായി സംഭവിക്കുന്ന ആശ്രിതത്വവുമായല്ലാതെ ജ്യോതിർഗോളങ്ങൾക്കൊന്നിനും ഒരു പ്രത്യേക ഗാലക്സിക്കുള്ളിൽ പ്രത്യേക ഭാഗത്ത് ഉത്ഭവിക്കുന്നതിനും നിലനിൽക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സാധ്യമാവുകയുമില്ല. ആകാശത്ത് തിങ്ങി നിറഞ്ഞു കാണുന്ന നക്ഷത്ര നിരവധികൾ എന്നത് കാലം എണ്ണിപ്പറയാൻ കഴിയാത്ത പഴക്കത്തിലൂടെ സംഭവിച്ച പൂർവപ്രപഞ്ചത്തിൽ ജീവിച്ച് അവകാശമാർജിച്ച ജീവനുകളുടെ പ്രകാശതരമായ പുനർജന്മങ്ങൾ മാത്രവുമാണ്. ഈ രീതിയിൽ നക്ഷത്രമണ്ഡലങ്ങളുടെ വിന്യാസത്തിലൂടെ അഥവാ
വ്യത്യസ്ത ജീവശേഷികളുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പ്രപഞ്ചം അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണം സാധിക്കുന്നതുവരെ പ്രവർത്തിച്ച് വസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വരുന്നു. കേന്ദ്രീകൃതമായ ആകർഷണത്താൽ സാന്ദ്രമായി തീർന്ന അന്ധകാരത്തെ അണുരൂപമാക്കുന്ന പ്രവർത്തനം തുടങ്ങുന്നതോടെ അന്ധകാരത്തിൻ്റെ വിപരീത ഗുണമാർന്ന ഊർജഭാവം ആയിത്തീരുന്നു എന്നതിനാൽ കേന്ദ്രീകൃതമായ ആകർഷണത്താൽ ഗോളരൂപമാർന്ന പ്രവർത്തന ശക്തികൾക്ക് തേജോരൂപങ്ങളായിട്ടല്ലാതെ അന്ധകാര ഗോളങ്ങളായിരിക്കാൻ സാധ്യമാവുന്നില്ല. കേന്ദ്രീകൃതമായ ആകർഷണശേഷിക്ക് ആനുപാതികമായി അന്ധകാരത്തിന് പ്രകാശതരമായ പരിവർത്തനം സംഭവിക്കുന്നു എന്ന പ്രാപഞ്ചിക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ച് പ്രവർത്തിക്കുന്ന എന്തിനും ഉജ്ജ്വലാവസ്ഥയെ ലക്ഷ്യം വെച്ചുള്ള പരിണതികൾ അനിവാര്യതയായി സംഭവിക്കുകയും ചെയ്യുന്നു. എത്ര തന്നെ ഊർജം ഉൾക്കൊണ്ടിരുന്നാലും സാധാരണഗതിയിൽ ഒരു ജീവൻ വളർന്ന് സകല പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന സൂക്ഷ്മശേഷിയിൽ എത്തിപ്പെടുന്നുവെന്ന് വിചാരിക്കാനും കഴിയുന്നതല്ല. കാരണം ഒരു ജീവൻ കാരണസൂക്ഷ്മ ശക്തിയെ ഉൾക്കൊണ്ട് വികസിക്കും തോറും ആദികാരണശക്തിയുടെ യഥാർത്ഥമായ വികാസമാണ് ആത്യന്തികമായി നടപ്പാവുക എന്ന് കാണാം. വളർന്ന് ശക്തമാവുന്ന ജീവശേഷിക്കാകട്ടെ ആദികാരണശക്തിക്ക് പുറത്തു പോകുന്നതിനോ അതിൽ നിന്ന് സ്വതന്ത്രമാവുന്നതിനോ സാധ്യമാവുകയുമില്ല.